هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد الله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم أوقد النار 1000 سنة حتى حمرت ثم أوقد 1000 سنة حتى ابيضت ثم أوقد 1000 سنة حتى اسودت وهي سوداء مظلمة صدق رسول الله صلى الله عليه وسلم. ഏറ്റവും പ്രിയങ്കരായ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാനിലെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ അവസാനത്തെ 10 ളുഹർ നമസ്കാരാനന്തരം അല്പസമയം ദീനിയായ ചർച്ചയിൽ ഒരുമിക്കുവാൻ അവസരം നൽകി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സ് പരിപൂർണ അർത്ഥത്തിൽ നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ നമുക്ക് ഏവർക്കും ശുപാർശകരായി ശുഫാഇകളായി പരിണമിക്കുന്ന സദസ്സായി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഉറ്റവർ, ഉടയവർ, നമ്മുടെ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന മോമിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു ഏവർക്കും പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാനിന്റെ 1 മുതൽക്ക് 30 വരെയുള്ളതാകുന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും ഇതേപോലെ ളുഹറിന് ശേഷം അല്പസമയം ദീനിയായ ചർച്ചയിലായി സാരാ മുസ്ലിം ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പരിപാലകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിൽ ഒരുമിക്കുവാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ നേട്ടമാണ്. അല്ലാഹു ഈ പുണ്യം നിറഞ്ഞതായ പവിത്രമായ മാസത്തിൽ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ചതാകുന്ന കാരണത്താൽ നാളെ സ്വർഗത്തിൽ ഇതേപോലെ ഒരുമിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നരകമോചനം എങ്ങനെ സാധ്യമാക്കാം എന്നതാണ് നമുക്ക് ഇന്നത്തേതാകുന്ന ചർച്ചാ വിഷയം. പ്രിയമുള്ളവരെ, അതിൽ ഒന്നാമതായി പറയാറുള്ളത് ഇൽമിന്റെ മജ്ലിസ് തന്നെ നരകീയ മോചനത്തിന്റെ കാരണമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, ആരെങ്കിലും ഇൽമുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ അവസാനം ചെന്ന് നിൽക്കുക സ്വർഗത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു മഹനീയമായ സദസ്സായി നമ്മൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നരകത്തിൽ നിന്ന് പരിപൂർണമായി മോചനപത്രം നൽകപ്പെട്ട് സ്വർഗത്തിന്റെ വാതാനങ്ങൾ തുറക്കപ്പെട്ടതായി വിശ്വാസികളിലേക്ക്
നാം എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മുടങ്ങാതെ കൃത്യമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മതവിജ്ഞാന വേദി എന്ന് ആദ്യമായി തിരിച്ചറിയണം. കാരണം ഇതിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് നരകീയ മോചനം ഉറപ്പാണ്, സ്വർഗപ്രവേശനത്തിന് അത് ഹേതുവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു ചെറിയ വിവരം തുടക്കത്തിലൊന്ന് പറയുകയാണ്. എന്നെങ്കിലേ മാത്രമേ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നമുക്ക് ആഗ്രഹിക്കുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പാർട്ടാക്കി. ആദ്യത്തെ പാർട്ട് കരുണയുടെ 10 രണ്ടാമത്തത് മഗ്ഫിറത്തിന്റേതാണ്, മൂന്നാമത്തത് നരകീയ മോചനത്തിന്റേതാണ്. വആഖിറുഹു ഇദ്ഖും മിനന്നാർ, അവസാനം നരകീയ മോചനമാണ് ഈ 10 നേടിയെടുക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്ത് കിട്ടിയവർക്ക് മഗ്ഫിറത്ത് ലഭിക്കും, മഗ്ഫിറത്ത് ലഭിച്ചവർക്ക് നരകീയ മോചനം കൂടി സാധ്യമാകും. ഇത് 3 സാധ്യമാകുന്നവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും. അവർക്കാണ് വിശുദ്ധമായ റമദാനിലെ നോമ്പിലൂടെ മനോഹരമാക്കപ്പെട്ട സ്വർഗത്തിന്റെ വാതാനങ്ങൾ തുറക്കപ്പെട്ടവരായി മാറണമെങ്കിൽ ഈ 3 10 പരിപൂർണമായി ദീനിയായ രീതിയിൽ ശ്രദ്ധിച്ചവരാകണം. ഒന്നാമത്തെ 10 സാധുക്കളാകുന്ന ആളുകൾക്ക്, നിരാലംബർക്ക്, നിരാശ്രയർക്ക് കരുണയുടെ കവാടം നീ തുറന്നു കൊടുത്തവനാകണം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞതാകുന്ന ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചതാണ്. തൃശൂർ ജില്ലയിലെ മുസ്ലിയാരകത്തെന്ന് പറയുന്നതാകുന്ന ഒരു ചെറിയ കുടുംബത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ 52 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ പോയി ജോലി ചെയ്ത് കഷ്ടയാതനകൾ അനുഭവിച്ച് ഇന്ന് അദ്ദേഹം പത്മശ്രീ എം.എ. യൂസുഫ് അലി എന്ന നാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ അതാ UAE-യിലുള്ളതാകുന്ന ഏറ്റവും വലിയ അനാഥ സംരക്ഷണത്തിന് വേണ്ടി 347 കോടിയാണ് അദ്ദേഹത്തിന്റെ കൈവശത്ത് നിന്ന് ഈ വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10 അദ്ദേഹം നൽകിയത്. സാധുക്കൾക്ക് കൊടുക്കുവാനുള്ളതാകുന്ന സഹായം ശാലാ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ടതാകുന്ന മുതലാളിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സക്കാത്തിന്റെ വിഹിതം പാവങ്ങൾക്ക് കൊടുക്കേണ്ട അർഹമാക്കപ്പെട്ട വിഹിതം കൃത്യമായി കൊടുത്തിരിക്കണം. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള അവകാശികളെ മനസ്സിലാക്കുകയും അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ ധ്വംസിക്കാതെ കൃത്യമായി നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് ജീവിത വിജയത്തിന് നിദാനമാണ്. അപ്പൊ കരുണയുടെ 10 ജനങ്ങളിലേക്ക് കരുണ ചൊരിഞ്ഞ് പാപമോചനത്തിന്റെ 10 നേടിയെടുക്കാൻ പറ്റുന്ന എന്തെല്ലാം പാപമോചനങ്ങളുണ്ട് അത് പരിപൂർണമായി സ്വായത്തമാക്കി നിസ്കാരത്തിലൂടെ 5 വഖ്ത് നമസ്കാരത്തിലൂടെ പാപമോചനം കിട്ടും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നബിതങ്ങൾ തന്നെ സ്വഹാബത്തിനോട് ചോദിച്ചു, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറാത്തിൻ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ. നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ ഉമ്മറത്ത് ഒരു മനോഹരമായ നദി ഉണ്ടാവുകയും ആ നദിയിലിറങ്ങി കൃത്യമായി 5 നേരം കുളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് അവശേഷിക്കുമോ എന്ന് നബിതങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ യാ റസൂലല്ലാഹ്. സ്വന്തം വീടിന്റെതാകുന്ന ഉമ്മറത്ത് മനോഹരമായ ഒരു അരുവി ഉണ്ടാവുകയും ആ തെളിഞ്ഞ നീരുറവയിൽ ഇറങ്ങി കൃത്യമായി 5 നേരം ദിനേന കുളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരൽപ്പം പോലും പരിപൂർണമായി അവന്റെ ശരീരത്തിൽ ലേശം പോലും അഴുക്കവശേഷിക്കയില്ല, പരിപൂർണമായി എല്ലാം ഒഴിവായിട്ടുണ്ടാകുമെന്ന് സ്വഹാബത്ത് നബിതങ്ങളോട് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഫകദാലിക സ്വലവാത്തുൽ ഖംസി. അപ്രകാരമാണ് 5 വഖ്ത് നമസ്കാരം. ആ 5 വഖ്ത് നമസ്കാരത്തിലൂടെ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാരായ ആളുകൾ, ജമാഅത്തുകൾ കൃത്യമായി ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങളാണ് നമ്മൾ. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ തിരക്കുകളും ഒഴുക്കിവെച്ച് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. നിങ്ങളുടെ കച്ചവടം ഒഴിവാക്കി അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ളതാകുന്ന ആ ബാങ്കിനെ ഇഖാമത്തിനെ പരിഗണിച്ച് കൃത്യമായി ജമാഅത്തുകളെ ജുമുഅകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന. ഈ കൽപ്പന ശിരസാവഹിച്ച് ജുമുഅകളെ ജമാഅത്തുകളെ ധന്യമാക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ഓഫർ കേവലം ലുലുമാളിൽ കുറഞ്ഞ നാളത്തേക്ക് വെക്കുന്ന ഓഫറിന്റേതാകുന്ന ഒരു പെയ്ത്തുമഴയല്ല. ഈത്തപ്പഴ കച്ചവടം ചെയ്യുന്നവരാണ് നമ്മൾ, പലചരക്ക് വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവരാണ് നമ്മൾ. ഇന്ന് ഓഫറുകളുടെ പെരുമഴക്കാലമാണ്. പക്ഷെ ഈ ഓഫറുകളൊക്കെ കുറഞ്ഞ കാലഘട്ടത്തിലേക്കും കുറഞ്ഞ സമയത്തേക്കും കുറഞ്ഞതാകുന്ന സന്ദർഭത്തിലേക്കും മാത്രമായി പരിമിതപ്പെടുത്തുമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ നൽകുന്ന ഓഫർ, പ്രവാചകർ പറയുന്ന ഓഫർ കാലാകാലമാണ്.
5 വഖത്ത് നമസ്കാരം ചിട്ടവെക്കുന്നതിന് പാപമോചനം നൽകുമെന്ന് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇതേപോലെ തന്നെ നബിതങ്ങൾ പറഞ്ഞു അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും ഇല്ലാതാക്കാൻ നിങ്ങളുടെ സ്വതക്ക കൊണ്ട് കഴിയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 5 വഖത്ത് ജമാഅത്തിന് വരുമ്പോ തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ പരിധിയിലാകട്ടെ മറ്റുള്ളതാകട്ടെ ഏതെല്ലാം പള്ളികളിൽ നിന്നും വ്യതിരക്തമായിട്ട് നമ്മുടെ പള്ളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം, ഒരുപാട് ആളുകൾ സാധുക്കൾ നമ്മുടെ മുന്നിൽ മുന്നുകൊണ്ട് യാചനയോടുകൂടി കൈ നീട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ വരുന്ന കച്ചവടക്കാർ, മുതലാളിമാർ ജുമാ കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് നിങ്ങൾ കൊടുക്കുന്നു. 5 വഖത്തിന് ഒരു 50 രൂപയാണ് നിങ്ങൾ കൊടുത്തതെങ്കിലും അതിന്റെ മാറ്റ് വളരെ വലുതാണ്. അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ, നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാക്കാൻ ഈ സ്വതക്ക കൊണ്ട് ഹേതുവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സാധുക്കളെ സഹായിച്ച് നിരാലംബർക്ക് അവലംബമായി നമസ്കാരങ്ങൾ ചിട്ടവെച്ച് അവന്റെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന എന്തെല്ലാം മേഖലകളുണ്ടോ അതൊക്കെ പരിപൂർണമായി ശ്രദ്ധ പതിപ്പിച്ചിട്ട് വേണം 3-ാമത്തെ 10ലേക്ക് നാം എത്താൻ. നാം എത്തിയതാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. തറാവീഹുകൾ കൃത്യമായി നമസ്കരിച്ചവർ, നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടിയവർ, നോമ്പ് പിടിച്ചു വീട്ടുന്നത് തന്നെ പാപമോചനമാണ്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പാപമോചനം കിട്ടാൻ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ നോമ്പ് തന്നെ പ്രതിഫലത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നോറ്റി വീട്ടിയാൽ മതി എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല തറാവീഹ് നമസ്കാരം, അജ്മൽ ഉസ്താദിന്റെ പിന്നിൽ നമ്മൾ നമസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം കൊണ്ട് കിട്ടുന്നതും പാപമോചനമാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മറ്റൊരു ഹദീസിൽ കാണാം, ലൈലത്തുൽ പരിശുദ്ധമാക്കപ്പെട്ട ഖിയാമുൽ ലൈൽ, ലൈലത്തുൽ ഖദറിന്റെ രാവാകട്ടെ അല്ലാത്ത ദിവസങ്ങളിലാകട്ടെ തറാവീഹുകളെ കൃത്യമായി പരിഗണിച്ചവൻ, വിശുദ്ധമായ റമദാനിന്റെ പിറ കണ്ടത് മുതൽ തറാവീഹുകളെ ഗൗനിച്ചുകൊണ്ട് തറാവീഹ് കൃത്യമായി നമസ്കരിച്ചവനും പാപമോചനത്തിന് കാരണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എല്ലാ അമലുകളും ചെയ്ത് നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സദഖ കൊണ്ട്, സാധുക്കളെ സഹായിക്കൽ കൊണ്ടൊക്കെ പാപം പൊറുപ്പിച്ചെടുത്തവനാണ് വിശുദ്ധമായ റമദാനിന്റെ 3-ാമത്തെ 10ൽ നരകീയ മോചനത്തിന് വേണ്ടി തയ്യാറെടുക്കുക. നരകമെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അടക്കം നരകത്തെ തൊട്ട് കാവൽ തേടിയിട്ടാണ് നിലകൊള്ളുന്നത്. സുബ്ഹിക്ക് ശേഷം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉടനെ ആരെങ്കിലും അങ്ങനെ ചെല്ലിയാൽ, മറ്റൊരു അനക്കമോ ഒന്നുമില്ലാതെ അതേ ഇരിപ്പിൽ തന്നെ അവൻ ചെല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും. വഇൻകാനത് മിസ്ല സബദിൽ ബഹർ, കടലിൽ നിന്ന് കരയിലേക്ക് അടിച്ചു വരുന്നതായ നുരകൾക്ക് പതകൾക്ക് സമാനമായിട്ട് പാവം ചെയ്തവനാണെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊട്ടുപിറകിൽ നമ്മൾ ചെല്ലാറുള്ള ദിക്റാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. എല്ലാ ജുമഅയ്ക്കും ഇമാം അവറുകൾ മിമ്പറിൽ നിന്നുകൊണ്ട് 3 പ്രാവശ്യം ജനങ്ങളോട് മുമ്പാകെ തേടുന്നതും ഒരേ ഒരു തേട്ടം, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ എന്ന് കേൾക്കാത്ത ഒരു ജുമഅയില്ല, ഒരൊറ്റ ജമാഅത്തില്ല. എല്ലാ നമസ്കാരങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് തേടുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വഖത്ത് നമസ്കാരത്തിനും പ്രവാചകർ കൊണ്ടുവന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദുആയി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, എല്ലാ നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ തഹിയ്യാത്തിൽ ഈ പ്രാർത്ഥന കൊണ്ടാണ് അവസാനിപ്പിച്ചിരുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ഏകാന്തതയെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു, അതിന്റെ ശിക്ഷയെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വമിൻ അദാബിൻ നാർ, നരകത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു, നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് കാവൽ തേടുന്നു. നോക്കൂ നിങ്ങൾ, ഒരു സത്യവിശ്വാസിക്ക് അവന്റെ 5 വഖത്ത് നമസ്കാരങ്ങളിൽ മാത്രമല്ല, പ്രഭാത പ്രദോഷങ്ങളിൽ മാത്രമല്ല, ഏത് സമയത്തും അല്ലാഹുവിനോട് കാവൽ തേടൽ നിർബന്ധമായ ഒരേ ഒരു പ്രാർത്ഥന നരകത്തെ തൊട്ടുള്ള കാവൽ തേടലാണ്. നബി തങ്ങൾ പറഞ്ഞു, നരകീയ മോചനം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നരകീയ മോചനത്തിൻ്റെതാകുന്ന മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസികളാണോ നിങ്ങൾ? എന്നാൽ നരകത്തെ തൊട്ട് നിങ്ങൾ എപ്പോഴും കാവൽ തേടണേ.
ആരെങ്കിലും നരകത്തെ തൊട്ട് 3 പ്രാവശ്യം കാവൽ തേടിയാൽ നരകം തന്നെ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ എന്നെ തൊട്ട് അവന് നീ അഭയം കൊടുക്കണേ എന്ന് നരകം അള്ളാഹുവിനോട് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ولا سأل مسلم الله الجنة 3 مرات إلا قالت الجنة اللهم أدخله فيها. ആരെങ്കിലും അള്ളാഹുവിനോട് സ്വർഗം 3 പ്രാവശ്യം തേടിയാൽ അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, അല്ലാഹു എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. നമ്മൾ 5 വഖ്ത് നമസ്കാരത്തിന് ശേഷവും ഒരു സത്യവിശ്വാസി റമദാൻ മുഴുക്കയും ദുആ ചെയ്യേണ്ട ദുആയിൽപ്പെട്ടതാണല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് ഏതെങ്കിലും ഒരു 10ൽ മാത്രം ഖുസൂസുള്ളതല്ല, രണ്ടാമത്തെ 10ൽ മാത്രമല്ല, 3 10കളിലും നമ്മൾ ദിനേന കൊണ്ടുവരുന്ന മറ്റുള്ള പ്രത്യേക അദ്കാറുകളോടൊപ്പം ചേർത്ത് വെക്കുന്ന ഈ പ്രാർത്ഥനയിലുള്ളത് സാക്ഷിപത്രം നൽകുന്നു. അവന്റേതാകുന്ന വിശ്വാസത്തെ തൊട്ട് പടച്ചറപ്പിനോട് ഏറ്റുപറയുന്നതിനപ്പുറം സ്വർഗം ചോദിക്കുന്നു. 3 വട്ടം നമ്മൾ ചോദിക്കാൻ അസ്അലുകൽ ജന്ന, അല്ലാഹു നിന്നോട് സ്വർഗം ചോദിക്കാൻ, വഅഊദു ബിക മിനന്നാർ, നിന്നെ തൊട്ട് ഞാൻ നരകത്തെ തൊട്ട് കാവൽ തേടുന്നു, നിന്നോട് നരകത്തെ തൊട്ട് കാവൽ തേടുന്നു. ഏതെങ്കിലും ഒരു സത്യവിശ്വാസി 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹു ഫിയാ, അല്ലാഹു അവനെ എന്നിൽ പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ വലുതെത്ത സഹോദരങ്ങൾ. അതുകൊണ്ടാണ് ഈ ദുആകളൊക്കെ നമുക്ക് കൃത്യമായി വെച്ചു തന്നിരിക്കുന്നത്. ഇതൊന്നും നിസ്സാരമല്ല. അതുകൊണ്ട് സ്വർഗം ചോദിക്കും നമ്മൾ. നോമ്പുകാരൻ നോമ്പ് നോറ്റുകൊണ്ട് നിലകൊള്ളുന്ന സമയം അത്രയും ദുആഇ ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി മുസ്ലിമിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, എല്ലാ മുഅ്മിനായ മനുഷ്യനും ഒരു ഇജാബത്തിന്റെ ദുആ ഉണ്ട്. ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യന് എല്ലാ ദിവസവും ഇജാബത്തിന്റെ ഒരു നേരമുണ്ട്. അതെപ്പോഴാണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന ദുആകളിൽ, നമ്മൾ സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷമുള്ള സമയങ്ങളിൽ, ഫർളുകളുടെയും സുന്നത്തുകളുടെയും ഇടയിലുള്ളതാകുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടെത്തണം. മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം ഇജാബത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. ആ സമയം ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി നോമ്പുതുറ വിഭവങ്ങളുമായി നിലകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട സമയമല്ല. ഒരു 10 മിനിറ്റ് സമയം മഗ്രിബിന് തൊട്ടു മുമ്പ് നല്ല റാഹത്തായി ദുആ ചെയ്തു, ഇജാബത്ത് ഉറപ്പാണ്. أي دعاء يسمعوا يا رسول الله. നബിയേ അല്ലാഹു ഏറ്റവും കൂടുതൽ ഉത്തരം ചെയ്യാൻ ചാൻസ് ഉള്ളതാകുന്ന ദുആ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബഅദ സ്വലാത്തി കുല്ലി മഫ്റൂദ, ബഅദ ദുബരി കുല്ലി സ്വലാത്തിൻ മഫ്റൂദ, എല്ലാ ഫർളായ നമസ്കാരങ്ങൾക്ക് പിന്നിലും നിങ്ങൾ ദുആ ചെയ്താൽ ഇജാബത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം ഇജാബത്താണ്. പാതിരാത്രി സമയം, ലോകം മുഴുവനും ഉറക്കിലേക്ക് പോകുന്ന സമയം, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തു ദുആ ഇറക്കുന്നവരെ പാപമോചനവും നരകീയ മോചനവും ലഭ്യമാണ്. ആ സമയങ്ങളൊക്കെ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കണം. ഇജാബത്തിന്റെ നല്ല നല്ല സമയങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഇൽമിന്റെ മജ്ലിസുകൾ എവിടെ കിട്ടുന്നോ അത് കുറഞ്ഞ തഅലീമാണെങ്കിലും ഒഴിവാക്കരുത്. കൃത്യമായ ഇതിൽ ഭാഗവാക്കാകണം. കാരണം അതിലൂടെ വലിയ നേട്ടം കിട്ടും, നരകീയ മോചനത്തിന് കാരണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ കിടക്കും, അതാണ് നമുക്ക് വേണ്ടത്. നരകത്തെ തൊട്ട് കാവൽ, സ്വർഗത്തിൽ കിടക്കാൻ ഹേതുവായ അമൽ, ഏറ്റവും വലിയ അമലാണ് ഇൽമിന്റെ മജ്ലിസ്. ഒരു മനുഷ്യന്റെ റൂഹ് പിരിയാൻ പോകുന്ന നേരത്ത് അയാൾക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇൽമിന്റെ മജ്ലിസിൽ ഭാഗവാക്കലാണ്. ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സംസാരമാണ്. നബിയോട് ഒരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ആനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസറിന്റെ സമയത്ത് ഒരു അനുയായിയുമായി കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ നസലൽ അമീൻ
മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഈ ആൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ഇയാൾക്കിനി ഒരൊറ്റ മണിക്കൂർ സമയം മാത്രമേ ഈ ദുനിയാവിൽ ആയുസുള്ളൂ, അത് കഴിഞ്ഞ് അയാൾ മരിക്കും. ഇത് തങ്ങൾ അയാളോട് പറയണം. ഇത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന ആയത്തിന്റെ തഫ്സീർ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയതായ ചരിത്രമാണ്. ലോകം മുഴുവൻ അറിയപ്പെട്ട ചരിത്രം. ഇൽമിന്റെ സ്ഥാനം, ഇത്തരത്തിലുള്ള തഅലീം ക്ലാസുകളുടെ മഹിമയാണ് ഈ പറയുന്നത്. അത് നോമ്പ് നോറ്റുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിലായി കുറഞ്ഞ സമയം ഇരിക്കുന്നത് അതിനേക്കാൾ എത്രയോ മഹത്വമാണ്. അല്ലാതെ തന്നെ ശ്രേഷ്ഠത. മാഷാ അല്ലാഹ്. ഈ മനുഷ്യനോട് നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ആയുസ് തീരാൻ പോവാൻ, ഒരു മണിക്കൂറേ ഇനി ഉള്ളൂ. ആരാ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞതാണ്. മനുഷ്യൻ കരിയില വിറയ്ക്കുന്ന പോലെ വിറച്ചിട്ട് പെട്ടെന്ന് ധൈര്യം സംഭവിച്ചു നബി തങ്ങളോട് ചോദിച്ചു, ദുല്ലനി അലാ ഔഫഖി അമലിൻ ഫി ഹാദിഹി സ്സാഅ, ഈ സമയത്ത് ഞാൻ രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ അമൽ അവിടെ നിന്ന് പറഞ്ഞു തരണം. ഒരു മണിക്കൂറേ എനിക്ക് ആയുസുള്ളൂ, ഞാൻ എന്ത് ചെയ്താൽ രക്ഷപ്പെടും? എനിക്ക് സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടണം, പാപമോചനം ലഭ്യമാക്കണം, എനിക്ക് രക്ഷയുടെ കവചം പറയണം. ദുല്ലനി അലാ ഔഫഖി അമലിൻ, അതിന് മുകളിലൊരു വാക്കില്ല. ഏറ്റവും അനുയോജ്യമായ ഒരു അമൽ അവിടെ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം. നബി തങ്ങൾ പറഞ്ഞു, ഇസ്തഗിൽ ബിൽ ഇൽമ്, നീ പോയി വിജ്ഞാനം നഗരിൽ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കൽ, 10 മിനിറ്റ് ഇൽമുമായി ബന്ധപ്പെടിൽ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ നബി തങ്ങളുടെ കരം പിടിച്ച് പ്രവാചകരുടെ അവസാനമായി സലാം പറഞ്ഞ് മദീന പള്ളിയുടെ അകത്തളത്തിൽ പരിശുദ്ധമായ ഖുർആൻ ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കയറിയിരുന്ന് വിജ്ഞാനം പഠിച്ച് നിലകൊണ്ടു. ഒരു മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ റൂഹിനെ പിടിക്കാൻ. ഇത് കണ്ട് അന്താളിച്ചു നിൽക്കുന്ന സ്വഹാബത്ത് ഓടി വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ആ മനുഷ്യന്റെ റൂഹിതാ വേർപിരിഞ്ഞിട്ടുണ്ട്. തങ്ങൾ പുലരുന്ന പ്രവചനം നടത്തിയല്ലോ, ആ മനുഷ്യൻ ഇതാ വഫാത്തായിട്ടുണ്ട്. മദീന പള്ളിയുടെ അകത്തളത്തിൽ നടന്ന സംഭവമാണ്. നബി തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിഷമിക്കണ്ട. ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗം മുൽകിപ്പോയി അദ്ദേഹമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് അതിന്റെ അറ്റം ചെന്ന് നിൽക്കുക സ്വർഗമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഈ ഇരിക്കുന്നതാകുന്ന മജ്ലിസ് നിസാരമല്ല. من حضر مجلس العلم في رمضان أعطاه الله بكل قدم عبادة السنة. ആരെങ്കിലും ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ റമദാനിൽ പങ്കെടുത്താൽ ഇതിലേക്ക് നിങ്ങൾ വെച്ചതാകുന്ന ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തേതാകുന്ന ഇബാദത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല. റമദാനിലെ ഇൽമിന്റെ മജ്ലിസ് അത്രമേൽ പുണ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ചില മുസ്ലിം ജമാഅത്തിന്റെ പരിപാലകർ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. കാരണം മറ്റുള്ള മഹല്ലുകൾക്ക് പ്രത്യേകം മാതൃകയാണ്. വിശുദ്ധരാകുന്ന ഉലമാക്കളെ, ഉമറാക്കളുടെ സാന്നിധ്യത്തിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇത്തികാഫിലായി പരിശുദ്ധമായ ളുഹർ നമസ്കരിച്ച് ഒരു അരമണിക്കൂർ സമയം ദീനിയായ ചർച്ചയിൽ ഒരുമിക്കുക, അതിനേക്കാൾ വലിയ പുണ്യമൊന്നുമില്ല സഹോദരങ്ങളെ. റമദാൻ അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ നരകീയ മോചനം, സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും. ഒന്നാമതായി മനസ്സിലാക്കി, സ്വർഗത്തിൽ കടക്കാൻ ഇൽമിന്റെ മജ്ലിസിൽ ഭാഗവാക്കാകും. നബി തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഹറമഹു അല്ലാഹു അലന്നാർ. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് ലയുവാഫി അബ്ദുൽ യൗമൽ ഖിയാമത്തി യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഹറമഹു അല്ലാഹു അലന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് സദാസമയം തന്റെ ജീവിതത്തെ കെട്ടിപ്പടുത്തിയ ഒരു മനുഷ്യൻ ആവശ്യമില്ലാത്ത തലത്തിലേക്ക് പോകാതെ തന്റെ കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ അല്ലാഹുവിലേക്ക് തിരിച്ച് വഹ്ദാനിയത്തിലേക്ക് പരിപൂർണമായി ശ്രദ്ധ തിരിച്ചവൻ തീർച്ചയായിട്ടും എത്തിപ്പെടുക സ്വർഗത്തിലേക്കാണ്. നരകീയ മോചനം അവന് ഉറപ്പാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുഫസ്സിരി മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചു. ലാ ഇലാഹ എന്ന തൗഹീദിൽ അടിയുറച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. അല്ലാഹു അല്ലാത്ത മറ്റൊരു മഖ്ലൂക്കിനെ ആരാധിക്കാൻ നീ പോകരുത്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്, പരിപാലകൻ, സർവേശ്വരൻ, സർവാധിപതി, സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവ് അല്ലാഹുവാണ് എന്നുള്ള ഏറ്റവും അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്റെ നമസ്കാരങ്ങളെ കൃത്യമായി നീ ചിട്ടവെക്കണം.
ആ ഒരു തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് നിലകൊള്ളണം. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചെല്ലണം. എത്രയോ ഗ്രന്ഥങ്ങളിലുണ്ട്, ബാജൂരിയുടെ ശറഹടക്കം ഹാഷിയടക്കം കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മോചനപത്രം നൽകപ്പെടുന്നതാണ്. എന്തിൽ നിന്നുള്ള മോചനപത്രം? ഖബറിൻ്റെതാകുന്ന ശിക്ഷയിൽ നിന്ന് മോചനപത്രം. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും സ്വന്തമായി ചൊല്ലി അവന് വേണ്ടി ഹദിയ ചെയ്യണം. അപ്പൊ നമ്മുടെ നാടുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു വെക്കുന്നുണ്ട്. അതിനപ്പുറം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം. പലപ്പോഴും അത് ചെയ്യാറില്ല ആളുകൾ. മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ചൊല്ലിയാ ഖലാസ് പോരാ. നീ നിന്റെ ജീവിതത്തിൽ ഈ കലിമ എത്ര കാലം ഉച്ചരിച്ചിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ 70,000 സ്വന്തം അവനവന് വേണ്ടി ചൊല്ലിയാൽ നിനക്കിതാ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് മോചനപത്രം ലഭിക്കുമെന്ന് ഉലമാക്കൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. മാത്രമല്ല ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് ആരെങ്കിലും 1,00,000 ചൊല്ലി തീർത്താൽ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന തൗഹീദിന്റെ ഏറ്റവും അജഞ്ചലമായ റബ്ബിന്റെ ഇനിഷ്യലുകളെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതായ തൗഹീദിന്റെ മനോഹരമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. നമുക്കൊക്കെ ഇനിഷ്യൽ ഉണ്ടാകും, ഓരോരുത്തർക്കുണ്ടാകും. അവരവരുടെ പേരിനോട് ചേർന്ന് എം, എൻ തുടങ്ങിയിട്ടുള്ള ഇനിഷ്യലുകൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഇനിഷ്യലുകളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് 1,00,000 ഓതി തീർക്കണം. ആരാ ഓതുന്നത്? ഈ റമദാൻ വന്നിട്ട് എത്ര ഖത്ം ഓതി സഹോദരങ്ങളെ? സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു തുലുസുൽ ഖുർആൻ. ഖുർആന്റെ 1/3 കടപിടിക്കും ഒരൊറ്റ സൂറത്തുൽ ഇഖ്ലാസ്. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി സ്വന്തമായി നമ്മൾ ചെയ്തു വെക്കണം. അങ്ങനെ ചെയ്തു വെച്ചാൽ ഇസാഖത്തുൽ കുബ്ര, നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടാൻ അത് ഹേതുവാണെന്ന് ഉലമാക്കൾ പഠിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സൂറത്തിന്റെ മഹ്മമുണ്ട്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന റമദാനിന്റെ അവസാനത്തെ ഒറ്റ രാവുകൾ ഇബാദത്ത് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നരകീയ മോചനപത്രത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്ന നമ്മൾ ഓരോരുത്തരും അമലുകൾക്കൊപ്പം നമ്മുടേതാകുന്ന നാവുകൾ ചലിപ്പിക്കട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കാൻ പരിശ്രമിക്കുന്നു. ഈ 10 ദിവസം കൊണ്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്നിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കണം. ഒരു ഡയറി വേണം നമുക്ക്. എത്ര ഖത്ം ഓതി? ഈ അടുത്ത് എന്റെ നാട്ടിൽ കോട്ടയം ജില്ലയിലെ കുമ്മനം എന്ന് പറയുന്ന ദേശത്ത് ഒരു ഹനഫി മദ്ഹബിലുള്ള ഒരു സാധു മനുഷ്യൻ മരണപ്പെട്ടുപോയി. മരണപ്പെട്ടിട്ട് 4 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും പല ഉസ്താദുമാരും പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ഖത്മുകൾ തീർത്ത മനുഷ്യനാണ്. ശരി തന്നെയാണ്. എപ്പോഴും പള്ളിയിൽ നമസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞ ഒരു ഭാഗത്ത് മാറിയിരിക്കുന്നു, ഖുർആൻ എടുത്തു വെച്ച് ഓതല് തന്നെ. ഒരു ഫിത്നായിക്കില്ല, ഫസാദില്ല. വൈകുന്നേരം കഞ്ഞി വെക്കുന്നതാകുന്ന ആളുകളുടെ ചാരത്ത് പോയിരുന്നിട്ട് അത് കഥ പറയലോ കാര്യങ്ങളൊന്നുമില്ല. സുബൈ നിസ്കരിച്ചിട്ട് ഇറങ്ങിയിട്ട് പുറത്തോട്ട് പോയിട്ട് പനായി മസാദിന് ഒന്നും നേതൃത്വം ഇല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുന്നു. കർറാത്ത് മർറാത്ത് ആവർത്തിച്ച് ഓതുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അമല് ചെയ്യുന്ന ഈ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സഹോദരങ്ങളെ പ്രാർത്ഥിച്ച് ദുആ ചെയ്തു വരുമ്പോൾ മകൻ ഒരു പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു, ഒരു ചെറിയ ബുക്ക്. വാപ്പ എപ്പോഴും ഓരോ ഖത്ം ഓതിയിട്ട് ഹദിയ ചെയ്യുന്നതാണ്. നമുക്കിപ്പോ ഞെട്ടിപ്പോയി സഹോദരങ്ങളെ. 1000-ൽ പരം ഖത്മുകൾ ആ ചെറിയ പ്രായം കൊണ്ട് അദ്ദേഹം ഓതി തീർത്തിട്ടുണ്ട്. വെറുതെ പറയല്ല, എന്റെ മൊബൈലിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പല പേജുകളിലും പല പേജിൽ ഉരുമ്പിപ്പോയിട്ടുണ്ട്. എന്നാലും ഞാൻ പരമാവധി എടുത്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് ഖത്മ് തീർത്തിരുന്നു ആ മനുഷ്യൻ. 3 ദിവസം കൊണ്ട് ഖത്മ്, 4 ദിവസം കൊണ്ട് ഖത്മ്, 5 ദിവസം കൊണ്ട് ഖത്മ്, 10 ദിവസം കൊണ്ട് ഖത്മ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനും കറാത്ത് മറാത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം. നമ്മളൊക്കെ എന്ത് ഓതുന്നു? എന്ത് മുസ്ലിം ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും മാത്രം മുസ്ലിമായി SIR-ന്റെ ഫോം പൂരിപ്പിക്കാൻ ഓടി നടക്കുന്നവൻ, പാപ്പാടെ ഒരു ഇനിഷ്യലിലെത്തിയതിന്റെ പേരിൽ ദിവസങ്ങളോളം അതിന്റെ പുറകിൽ നമസ്കാരങ്ങൾ പോലും കളഞ്ഞു കുടിച്ചുകൊണ്ട് രാപ്പകൽ അധ്വാനിച്ച് മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട മോമിൻ, അവന്റെ സ്വന്തം ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടി ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്താൻ ഈ വിശുദ്ധമായ റമദാൻ കൊണ്ട് നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഖുർആൻ ആരോധി ഒരു സൂറത്തുൽ ഇഖ്ലാസ് പോലും തികച്ചോതാത്ത ആളുകൾ വരെ ഈ സമൂഹത്തിലില്ലേ? നമുക്കോരോർക്കും സ്വന്തമായി മുസഹഫ് ഉണ്ടോ സഹോദരങ്ങളെ? പഴയ കാലത്ത് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ സ്വന്തമായി മുസഹഫ് ഉണ്ടായിരുന്നു. ഇതെന്റെ മുസഹഫ് എന്ന് പറയാൻ ഓരോ ഉപ്പാക്കും ഉമ്മാക്കുണ്ട്. വീട്ടിൽ 10 മുസഹഫ് ഉണ്ട്, എല്ലാം നമ്മുടെയാന്നാ പറയുന്നത്. കാരണം പ്രത്യേകമായി ഓതലില്ല. ആ മുസഹഫ് എടുത്ത് നോക്കി യാസീന്റെ ഭാഗത്ത് ഒരല്പം അഴുക്കുണ്ടാകും, സൂറത്തുൽ മുൽക്കിന്റെ ഭാഗത്തും വാഖിയ സൂറത്തിന്റെ ഭാഗത്തും ഒരല്പം അഴുക്കുണ്ടാകും. എന്താ കാരണം? ആ അഴുക്ക് കൈകൊണ്ട് തുറന്നതിന്റെയാണ്. ബാക്കിയൊന്നുമില്ല, ഫ്രഷാൻ തുറന്നിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
ഖുർആൻ നമ്മൾ മറിക്കുന്നില്ല, തുറന്നു നോക്കുന്നില്ല, ഖുർആനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ പള്ളികളുടെ ഷെൽഫിലിരിക്കുന്ന മുസ്ഹഫ്, എത്ര മുസ്ഹഫിൽ പൊടിപടലങ്ങൾ ഉണ്ടാകും. ഇത് റമദാന്റെ 27-ാം രാവിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാവുകളിലെ മാത്രം എടുത്തിട്ട് തിരിച്ചു വെക്കാനുള്ളതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ യാസീൻ ഓതി നിങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാകും. നിങ്ങൾ വാഖിയ സൂറത്ത് ഓതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നബി തങ്ങൾ പഠിപ്പിച്ചു. അവരുടെ ഏകാന്തതയിൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടണോ, സൂറത്തുൽ മുൽക്ക് ഓതി. എല്ലാ സൂറത്തുകളെയും കൃത്യമായി നബി തങ്ങൾ അടയാളപ്പെടുത്തി. ഒരൊറ്റ ദിവസം പോലും മാ നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഖറഅ അലിഫ് ലാം മീം സജദ വസൂറത്തുൽ മുൽക്ക്. രണ്ട് സൂറത്ത് ഓതാതെ നബി തങ്ങൾ ഉറങ്ങിയിരുന്നില്ല. ഒന്ന് സൂറത്തു സജദയാണ്, മറ്റൊന്ന് സൂറത്തുൽ മുൽക്കാണ്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കലുണ്ടോ? ഹമീമത്ത് ദുഹാൻ കേവലം ഏതെങ്കിലും ഒരു ബറാഅത്തിന്റെ രാവിൽ മാത്രം ഓതിയിട്ട് മാറ്റിവെക്കാനുള്ളതല്ല, എല്ലാ ദിവസവും ഓതണം. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മൻ ഖറഅ സൂറത്ത ഹമീമത്ത് ദുഹാൻ ഫീ ലൈലത്തിൻ അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70,000 മലക്കിൻ. 70,000 മലക്കുകൾ, 70,000 മലക്കുകൾ, ഒന്നല്ല പത്തല്ല, 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി സുബഹി വരെ ഇസ്തിഗ്ഫാറിലായി കഴിയണമെങ്കിൽ രാത്രി ഒരൊറ്റ പ്രാവശ്യം സൂറത്തു ദുഹാൻ ഓതിയാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി. അതിന് കഴിഞ്ഞ് നീ എങ്ങോട്ടാണ് ഓടുന്നത്? ഇന്നിപ്പോ തരംഗമായിരിക്കാണ് ചോറുള്ള പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ആപ്പുകൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവും. ഞാൻ വെറുതെ പറയല്ലേ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, വെബ്സൈറ്റുകൾ ഓണാണ്. ചോറുള്ള പള്ളി എന്ന് വെറുതെ ഒന്ന് മൊബൈലിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ നെറ്റുള്ള ആളുകൾ എന്നിട്ടൊന്ന് നോക്കുക ഗൂഗിളിൽ. അപ്പൊ നിങ്ങൾ ഒരു വെബ്സൈറ്റിലോട്ടാ പോകുന്നത്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കാൻ കേരളത്തിൽ എവിടൊക്കെ ചോറുണ്ടെന്ന് നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവൂല. ഇവിടെ ഉള്ള ഇന്നത്തെ വിഭവം എന്താണെന്ന് കുട്ടികൾ അപ്ഡേറ്റ് ചെയ്തിരിക്കാൻ. ഇവിടെ ഇന്ന് കഞ്ഞിയും പേറുകയാണെങ്കിൽ അതുവരെ എഴുതിയിട്ടുണ്ടാവും ഇവിടെ കഞ്ഞിയും പേറുകയാണ്, ഇറച്ചിയിട്ട കഞ്ഞിയാണ് കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. മണക്കാട് എന്താണ് ഫുഡ്, ഭീമാപ്പള്ളിയിൽ എന്താണ് ഫുഡ്, ഏതൊക്കെ പള്ളിയിൽ ഫുഡുണ്ട്, എന്തൊക്കെയുണ്ട്, പത്തിരിയുണ്ട്, ഇറച്ചിയുണ്ടോ, ഇത് അപ്ഡേറ്റ് ചെയ്ത് യൂട്യൂബേഴ്സിന്റെ വ്ളോഗർമാർ ഇത്തരത്തിലുള്ള പള്ളികൾ തേടി അലയുന്ന, അത്തരത്തിലുള്ള പള്ളിയിൽ പോയി ഇവിടെ ഇന്ന ഫുഡുകളുണ്ട്, ഇന്ന സംവിധാനങ്ങളുണ്ടെന്ന് കാണിച്ച് റമദാനിൽ പോലും ഒരു ഭക്ഷണത്തിൻ്റെതാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് റമദാൻ വരുമ്പോ അന്യ സമുദായത്തിൽപ്പെട്ട ഡോക്ടർമാര് അവർ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് പറയാണ്, മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ എങ്ങനെ കഴിക്കണോ, അവര് നമുക്ക് ക്ലാസ് എടുത്ത് തരിക. മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത്, അവർ യഥാർത്ഥത്തിൽ നോമ്പ് നോക്കുന്നത് തിന്നാനുള്ളൊരു മാസമായിട്ടാണ്, അങ്ങനെ നോൽക്കരുത്, നിങ്ങൾ ഭക്ഷണം കുറയ്ക്കണമെന്ന് ആര് ക്ലാസ് എടുത്ത് തരാണ്? അമുസ്ലിം സമുദായത്തിൽപ്പെട്ടതാകുന്ന ഹൈന്ദവരും ക്രൈസ്തവരുമാകുന്ന മതത്തിലുള്ള ആളുകൾ, ഡോക്ടർമാർ നമുക്ക് ക്ലാസ് എടുത്ത് തരേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിനെ എത്തിച്ചതാരാണ്? ഭക്ഷണം അങ്ങ് വിപുലീകരിക്കാൻ. കാരണം കഴിയുമ്പോൾ 10 മിനിറ്റ് ഇരുന്ന് ഖുർആൻ ഓതാൻ ആരോതൊന്ന് ഇശാ മഗ്‌രിബിനിടയിൽ ഈ പരിശുദ്ധമായ റമദാനിൽ സൂറത്തുൽ വാഖിയ മുടങ്ങാതെ ഇശാ മഗ്‌രിബിനിടയിൽ ഓതിയവർ എത്ര പേർ? ഈ പരിശുദ്ധമായ റമദാനിൽ സൂറത്തു സജദ ഉറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ ഓതാതെ പോയിട്ടില്ല. റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും എത്ര പേർ ഈ സൂറത്ത് ഓതിയിട്ടുണ്ട്? സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ സജദ, സൂറത്തുൽ വാഖിയ, സബഉൽ മുൻതിയാത്ത് എന്നറിയപ്പെടുന്ന രക്ഷയുടെ കവചങ്ങളായി നരകീയ മോചനപത്രത്തിനും ഖബർ ശിക്ഷയുടെ ലഘൂകരണത്തിനും വേണ്ടി ഉലമാക്കൾ പഠിപ്പിച്ച ഈ സൂക്തങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കുന്നവർ എത്ര പേർ? നമ്മളൊന്നും ഓതുന്നില്ല. തങ്ങൾ പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്, മൂകമായ അന്തരീക്ഷമാക്കരുത്. വീടുകളിൽ സുന്നത്ത് നമസ്കരിക്കണം. ദുഹറിന്റെ സുന്നത്ത്, ശേഷമുള്ള സുന്നത്ത് വീടുകളിൽ ഹയാത്താക്കിൻ, ദുഹാ നമസ്കാരം ഹയാത്താക്കിൻ, ഇശാ മഗ്‌രിബിനിടയിൽ 2 റക്അത്ത് അവ്വാബിൻ ഏറ്റവും ചുരുങ്ങിയത് ഹയാത്താക്കിൻ, 20 റക്അത്ത് വരെ പറ്റുമെങ്കിൽ അവ്വാബിൻ 20 റക്അത്ത് നമസ്കരിക്കൻ. ഇശാ മഗ്‌രിബിൽ സുന്നത്തായ നമസ്കാരമാണ്. പറ്റുന്ന അമലുകളെ കൊണ്ട് വീടുകൾ ബറക്കത്തെടുക്കിൻ. തഹജ്ജുദ് നമസ്കാരം കൊണ്ട് വീടുകൾ ഹയാത്താക്കിൻ. നിങ്ങളുടെ വീടുകളെ നമസ്കാരങ്ങൾ കൊണ്ടും സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ടും ഖുർആൻ കൊണ്ടും ജീവസുറ്റതാക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും മൻ ഖറഅ സൂറത്തുൽ ബഖറ, ആരെങ്കിലും സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ, ആ വീട്ടിൽ പിശാച് കടക്കൂല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്ന് പൈശാചിക ഉപദ്രവങ്ങളുടെ പേരിക്കൊണ്ട് ഓടുന്നതാകുന്ന ജനങ്ങളെ നമുക്ക് കാണാം. വീടുകളിൽ നിന്ന് പൈശാചിക ഉപദ്രവം ഒഴിവാക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചു സൂറത്തുൽ ബഖറ. ഒരു വീട് ഉദ്ഘാടനം നടത്തുന്നു, ഉലമാക്കൾ ഒരുമിക്കട്ടെ, മുതഅല്ലിമീങ്ങൾ ഒരുമിക്കട്ടെ, സജ്ജനങ്ങൾ സാലിഹീങ്ങൾ ചേരട്ടെ, ഓരോ ജുസും വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യട്ടെ. ആ വീട് എത്ര ഐശ്വര്യമുണ്ടാകും. എല്ലാ പൈശാചികതയിൽ നിന്നും മുക്തമായ ഒരു വീടായി, ആ വീട് ബറക്കത്തുള്ള വീടായി ഉദ്ഘാടിക്കപ്പെടും. നമ്മുടെ വീടുകൾ അങ്ങനെ ആവണം.
ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഖുർആനോത്തിലൂടെ ഖുർആനോത്ത് കേട്ടുകൊണ്ട് കരയുന്നവർക്ക് നരകീയ മോചനം മാത്രമല്ല, നരകത്തിനെ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ തന്നെ നരകീയ മോചനം. നബി തങ്ങൾ പറഞ്ഞു, ലാ യലിജുന്നാറു ബകാ ലാ യലിജുന്നാറു അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. നരകത്തെ തൊട്ടുകൊണ്ട് ഓർത്തുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുകയേ ഇല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതേ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു. ആ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞു നബി തങ്ങളുടെ കരച്ചിലിനെ പറ്റി മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, ഖുർആൻ ഓതുമ്പോൾ ഇരുന്ന് കരയുന്നു, മഹ്ശറെ ഓർത്തുകൊണ്ട് കരയുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയാവുന്ന ഖാരിഅ്, 4 പേരാണ് ഖുർആന്റെ ഏറ്റവും വലിയ മനോഹരമായ ഖാരിയങ്ങൾ ഇസ്ലാമിൽ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പോലെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ് മഹാനാകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നല്ല ഓത്താണ്. ഈ ഓത്ത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് പൊട്ടിക്കരയാണ്. സൂറത്തുൻ നിസായിലെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന 41ാമത്തെ വചനം കേട്ട് നാളെ മഹ്ശറയുടെ അവസ്ഥ കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് കരയുന്നത് ഞാൻ നേരെ കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും ഒരു 10 മിനിറ്റ് ഈ റമദാനിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് കരുതിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്തിട്ട് കരുതിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്കോ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കരയും. അതല്ലാതെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അൽഹംദുലില്ലാഹ് റബ്ബിനെ സ്തുതിച്ചിട്ട് ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്യാൻ ഈ റമദാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അതുകൊണ്ട് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തി പരിശുദ്ധമായ പള്ളിയുടെ അകത്തലത്തിൽ ഇഅ്തികാഫിന് നിയ്യത്തുമായി കഴിഞ്ഞുകൂടി നബി തങ്ങൾ ഈ അവസാനത്തെ 10ലേക്ക് എത്തുമ്പോ തന്നെ മുണ്ട് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കും. അതിന് പല മഅനകൾ പറഞ്ഞു. ഒരു മഅന തഹയ്യുആൻ, റമദാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകലാണ്. രണ്ടാമത്തെ ഒരു മഅന ഉലമാക്കൾ മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്, ഭാര്യമാരുമായി പിന്നൊരു ബന്ധമില്ല. റമദാന്റെ അവസാനത്തെ 10-ലെത്തിയാൽ ആ 10 ദിവസം അല്ലാ വേറൊരു ചിന്തയില്ല. അതിനുവേണ്ടി മുണ്ടൊക്കെ ഒന്ന് അരയിലൊക്കെ ഒന്ന് ഉടുത്ത് ശരിക്കും റെഡിയാക്കി കുടുംബത്തെ വിളിച്ചുണർത്തും. അഹിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി വരിക ഭാര്യയാണ്. അഹില് ഇയാൽ എന്നാണ് പറയുക. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് വിശാലമാകാൻ ഉപകരിക്കുന്ന അമലിൽ പറഞ്ഞതാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ. നിന്റെ ഭാര്യയോട് നീ ഒന്നാമതായി കൽപ്പിക്കണം. ഭാര്യ സന്താനങ്ങൾ രണ്ടാമത്. പലപ്പോഴും നമ്മൾ കുടുംബത്തോട് പറയാൻ പലപ്പോഴും മടിയാൻ, ഭാര്യയോട് പറയാ ശരി ഖുർആൻ എടുത്ത് നോത്, അത് പറയൂല. മക്കളോടൊക്കെ വേണമെങ്കിൽ പറയും. ഭാര്യയോട് പറയാൻ ചിലപ്പോൾ അവൾ തിരിച്ചു പറയും, നിങ്ങൾ ആദ്യം കരിക്കെന്ന് പറയും. അതുകൊണ്ട് അവരോട് പറയൂല. അതുകൊണ്ട് ഭാര്യമാരോടുള്ള ഉപദേശം ഇന്നത്തെ തലമുറയിൽ കുറഞ്ഞു പോയി. പണ്ട് ഉപദേശിക്കും ബാപ്പമാര്, കാരണം അവര് നല്ല നിസ്കാരവും ഖുർആനും ഒക്കെ ഉള്ളതാണ്. ഇന്ന് ഭാര്യയോട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാൻ, വെറുതെ തലാക്ക് വാങ്ങണ്ടെന്ന് കരുതി അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാൻ. അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല ഭാര്യയോട് ഇത് പോയി നിസ്കരിക്കുക, അല്ലെ നിസ്കരിച്ചോ എന്നൊരു ചോദ്യമില്ല, ഖുർആൻ ഓതിയോ എന്നൊരു ചോദ്യമില്ല. ഇതിലേക്ക് നമ്മൾ വരണം. അവരെ കൊണ്ട് നമസ്കരിപ്പിക്കണം, അവരെ കൊണ്ട് ഖുർആൻ ഓദിക്കണം, അവരെ കൊണ്ട് ദിക്ർ ചൊല്ലിക്കണം. അവരുമായി ഒരുമിച്ചിരുന്നുകൊണ്ട് മഗ്‌രിബിന് തൊട്ടുമുമ്പുള്ള ഒരു അരമണിക്കൂർ സമയം നമ്മളും ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് നരകീയ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നരകത്തെ തൊട്ട് ഞങ്ങളെ നീ മോചിപ്പിക്കണേ, ഞങ്ങളുടെ പിരടിയെ മോചിപ്പിക്കണേ, സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ. ഈ ദുആ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട സമയമാണ്. ലൈലത്തുൽ ഖദ്ർ വരുമ്പോഴും പാപം പുറത്ത് കിട്ടാൻ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ലൈലത്തുൽ ഖദ്ർ ആണെന്ന് ഉറപ്പായാൽ എന്ത് ചെയ്യണം നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദുആ നീ അധികരിപ്പിക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പാപമോചനം സാധ്യമാകുള്ളൂ. ഇതൊക്കെ നേടിയെടുത്തെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ നമസ്കാരങ്ങളെയും ചിട്ടവെക്കണം. പ്രത്യേകിച്ച് സുബഹിയും അസ്റും ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന നമസ്കാരമാണ് ഈ 2 നമസ്കാരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണല്ലോ, രാവിലെ സുബഹിയുടെ സമയത്ത് ഉറങ്ങും, അസറിന്റെ സമയത്ത് ഉറങ്ങും. കാരണം റമദാനാണെങ്കിൽ പോലും സുഹറിന് എല്ലാവരും ആക്റ്റീവ് ആകും, പിന്നെ പോയി ഒന്ന് വിശ്രമിക്കും, പിന്നെ മഗ്‌രിബിന് പള്ളിയിൽ പോയാൽ മതി. കഞ്ഞി റാഹത്ത് കിട്ടണമെങ്കിൽ മഗ്‌രിബിന് പോയാൽ മതി. അതുകൊണ്ട് എന്താവും, അസർ ചില ആളുകൾ മുഴപ്പും. ഇത് റമദാൻ അല്ലാത്തപ്പോഴും സംഭവിക്കുന്നതാണ്. ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണി എന്തെങ്കിലുമൊക്കെ അടിച്ച് ആഹത്തായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അസറിന് പള്ളിക്ക് പോകാൻ ഒരു മടിയാണ്. ആ അശ്രദ്ധയുള്ളത് കൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അസറും പരിശുദ്ധമായ സുബഹിയും ശ്രദ്ധിച്ചാൽ
ഈ 2 നമസ്കാരങ്ങൾ കൃത്യമായി ഗൗനിച്ചാൽ നരകം അവനെ തൊട്ട് ഹറാമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നരകീയ മോചനത്തിന് ഹേതുവാണ്. മാത്രമല്ല മൻ സല്ല അർബഅൻ ഖബല അൽ-ളുഹ്രി വ ബഅദ, ളുഹറിന് മുമ്പ് 4 റക്അത്തും ളുഹറിന് ശേഷം 4 റക്അത്തും സുന്നത്ത് ദായിമാക്കി കൊണ്ടുവന്നാൽ ഹറമഹുല്ലാഹു അലന്നാർ, അവനും അല്ലാഹു നരകത്തെ തൊട്ട് ഹറാമാക്കും, നരകം അവനെ നിഷിദ്ധമാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തുടങ്ങി അമലുകൾ ധാരാളമാണ്. പക്ഷെ ചെയ്യുന്ന അമലുകളിൽ ഒരു പിടുത്തം നമുക്ക് വേണം. ഒരുപാട് കൊട്ടപ്പടി ചെയ്യലല്ല, കുറഞ്ഞതേ ചെയ്യുന്നുള്ളൂ. അത് കൃത്യമായി ദായിമാക്കി പോയാൽ നമുക്ക് ഏറ്റവും വലിയ വിജയമുണ്ടാവും. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. സർവോപരി ആഖിബത്ത് അള്ളാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. IMCT പ്രവർത്തനം നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സക്കാത്തിന്റെ ഒരു വിഹിതം സാധുക്കൾക്ക് നൽകാനുള്ളത് കൃത്യമായി നൽകിക്കൊണ്ടുവരികയാണ്. വർഷങ്ങളായി നമ്മൾ ചെയ്തു വരുന്നതാണ്. കച്ചവടക്കാരായ ആളുകൾ അൽഹംദുലില്ലാഹ് അത് നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അത് പരിപൂർണമായി കൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് നിലകൊണ്ടാൽ വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഈ സ്വർണവും വെള്ളിയും ഇതിന്റെ നിൽക്കുന്ന കറൻസിയുടെ സക്കാത്തും കച്ചവടത്തിന്റെ സക്കാത്തും ഒക്കെ കൃത്യമായി കൊടുക്കാതെ സാധുക്കൾ കൊടുക്കേണ്ട വിഹിതങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് അവനവന്റെ സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തുകയും ഇതൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾ, സാധുക്കളെ സഹായിക്കാതെ നിരാലംബരക്ക് അവലംബമനക്കാതെ നിലകൊള്ളുന്നവർ, അല്ലാഹു പറയുന്നു ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. അവരെ കളിയാക്കി പറയാൻ, അവർക്ക് വേദനാജനകമാകുന്ന ശിക്ഷ കൊണ്ട് തങ്ങളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ സന്തോഷവാർത്ത അറിയിക്കുന്നത് സ്വർഗം കിട്ടുമ്പോഴാണ്. പക്ഷെ ഈ വേദനാജനകമാകുന്ന ശിക്ഷ കൊണ്ടവരെ സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹും وجنوبهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാകുന്ന നിങ്ങളുടെ സ്വർണവും വെള്ളിയും അടക്കമുള്ളതാകുന്ന ആഭരണങ്ങളെ അതിനെ ചൂടാക്കുകയാണ്. കൊണ്ടുവന്ന അല്ലാഹു നിങ്ങളുടെ നെറ്റിയിലേക്കും മുതുകിലേക്കും കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിനെ അല്ലാഹു ചൂടാക്കി നരകത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുമാറ് കൊണ്ടുവന്ന് നിങ്ങളുടെ നെറ്റിയിലേക്ക് നിങ്ങളുടെ മുതുകിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ജബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന വിളിച്ചു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി ആർക്കും കൊടുക്കാതെ നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചതല്ലേ, നിങ്ങളുടെ ജീവിതോപാധിയായ കണക്കാക്കി സൂക്ഷിപ്പ് മുതലാക്കി വെച്ചതല്ലേ, അതാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് പറഞ്ഞ് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. സകാത്ത് കൊടുക്കാതെ നിലകൊള്ളുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന വലിയ ശിക്ഷയാണ് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ളതാകുന്ന ഭീരിതമാകുന്ന അവസ്ഥയെ തൊട്ട് സംരക്ഷണം കിട്ടാൻ IMCT പ്രവണത അൽഹംദുലില്ലാഹ് അത് വളരെ കരണീയമാണ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. അതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ നിലക്കും പിന്തുണ കൊടുക്കുന്ന കച്ചവടക്കാരായ ആളുകൾ നമ്മുടെ കച്ചവട സംഘങ്ങളിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ 5 വഖത്ത് ജമാഅത്തിനും ജുമഅയ്ക്കും ഒക്കെ വന്ന് ഇൽമിന്റെ എല്ലാ മേഖലകളെയും ധന്യമാക്കുന്ന പള്ളിയുടെ ദീനിയായ പരിശ്രമങ്ങളിലൊക്കെ ഭാഗമാക്കാകുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട സൂക്തങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൽമിന്റെ സദസ്സിൽ ഞങ്ങൾ കേട്ടതും പറഞ്ഞതുമായ ദീനിയായ കാര്യങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ
ഞങ്ങളുടെ പള്ളിയിൽ സേവനം ചെയ്യുന്ന മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഉസ്താദുമാർ, പള്ളിക്ക് പരിപാലനം നടത്തിയിട്ടുള്ള ഉമറാക്കൾ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ദുഹറ നമസ്കാരാനന്തരം മുടങ്ങാതെ കൃത്യമായി റമദാനിൽ നടക്കുന്ന ഈ ആത്മീയ സദസ്സിനെ, ഈ തഅലീം ക്ലാസുകളെ നീ പരിപൂർണമായി കബൂലാക്കണേ റഹ്മാനെ. ഇതിൽ ക്ലാസ് എടുക്കാൻ വന്നു ചേർന്നിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഉമറാക്കൾ, ഇനി വരാനിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് സംഘടിപ്പിച്ച പരിപാലകർ, പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദുമാർ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട അജ്മൽ ഉസ്താദ് അടക്കം എല്ലാ ഉസ്താദുമാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഖിദ്മത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ദീനിയായ ചിട്ടയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകളെ, ഞങ്ങളുടെ സകാത്തുകളെ, ഞങ്ങളുടെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഇവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിന്ന് മരണപ്പെട്ടവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ ഈ സദസ്സ് നിദാനമാക്കണേ റഹ്മാനെ. ബിഹഖി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا يا كريم. اللهم إنك عفو تحب العفو فاعف عنا يا كريم. اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله.